ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇത് നമ്മുടെ മാമൻ്റെ വീടിൻ്റെ പാലുകാച്ചലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഡ്രസ്സൊക്കെ മാറ്റി വേഗം സുന്ദരിയായിട്ട് വരാം. അപ്പോൾ സമയം ഇപ്പം 4:30 കേട്ടോ. ഇന്നലെ ഓൾറെഡി ഞാൻ ഡ്രസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടേണ്ടതും ഇവനാണ് ഇടേണ്ടതും മോനിടേണ്ടതും ഒക്കെ. ഇനി ഡ്രസ്സ് മാറ്റി വന്നാൽ മാത്രം മതി. സോ റെഡി ആയിട്ട് അപ്പം ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോവാം. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഇനി അവിടെ ചെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ രണ്ടും മാത്രമേ പോകണുള്ളൂ. കുട്ടിയും അമ്മയും അച്ഛനും ഓട്ടോയിൽ വരാ ചെയ്യാം. ഇവിടെ ഒരാൾ റെഡി ആവുന്നുണ്ട്. വീട്ടിലാട്ടെ പ്ലീസ് ബാ. ആൾക്ക് വീഡിയോയിൽ വരുന്നതിനോട് താല്പര്യമില്ല. പക്ഷെ എങ്ങനെയും ഞാൻ ആളെ കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ. നോക്കട്ടെ, കോപ് കുന്തില്ല ഭയം പോകാൻ നോക്കട്ടെ. കാണാനുണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ എന്തായാലും സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ട് വണ്ടിയിൽ അപ്പൊ നമ്മളിവിടെ എത്തി. കറക്റ്റ് പ്രോപ്പർ ടൈം ആകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല. ഹായ് പറയമ്മ, ഹായ് പറ. രണ്ടാളും പറഞ്ഞോളി. എന്താ ഹായ് പറ. അപ്പം നമ്മളിവിടെ എത്തിയതിന് ശേഷമാണ് ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സമയം 4:30-5 മണിയൊക്കെ നമ്മളാണ് മറ്റേ ഗണപതി ഹോമം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വരുമ്പോഴേക്കും നമ്പൂതിരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആളെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. തോന്നുന്നു 4:45-5 മണിയുടെ ആകുമ്പോഴേക്കും കറക്റ്റ് ഗണപതി ഹോമം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിവിടുത്തെ പേര് കേട്ടൊരു നമ്പൂതിരിയാണ്. ആളുടെ പേര് എനിക്കറിയില്ല. അല്ല, അത്യാവശ്യം ആൾക്കാർക്ക് അറിയാവുന്ന ആളാണ്. അപ്പോൾ മൂപ്പരാണ് വന്നിരുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ആ വിശേഷങ്ങളാണ്. പിന്നെ നമ്മളെ വീടിൻ്റെ പേര് എന്ന് പറയണത് മായാമാധവം എന്നുള്ളതാണ്. ഇത് സെലക്ട് ചെയ്തത് മാമൻ്റെ മോള് ആതിരയാണ്. ശ്രീകുട്ടിയുടെ വകയാണ് അത് സെലക്ഷൻ നടന്നുള്ളത്. കുറേ മുന്നേ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ച പേരായിരുന്നു കേട്ടത്. അതിനിടയ്ക്കാണ് ചേച്ചിയൊക്കെ വന്നു. പിന്നെ എല്ലാവരും വന്ന് പിന്നെ നമ്മുടെ ഗണപതി ഹോമം നല്ല രീതിക്ക് തുടങ്ങി. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച് അതിനുള്ള ആ ഒരു ഗണപതി ഹോമത്തിൻ്റെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നടന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് ധാന്യങ്ങളും അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വീടിന് ചുറ്റും 3 വലം വയ്ക്കും. വലം വെച്ചതിന് ശേഷമാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുക. അതാണ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ 3 പ്രാവശ്യം റൗണ്ട് അടിക്കുന്നതൊക്കെ കണ്ടത്. അത് കഴിഞ്ഞപ്പോഴേക്കും വിഷാൻ വന്നിരുന്നു. വിച്ചുവിനെ അച്ഛനും അമ്മയും ഇവരുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ അവനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൾ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് റെഡി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അത് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് ടൈം ആകുമ്പോഴേക്കും അവരെത്തിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് എന്താ? നല്ല നെയിം ബോർഡ്. മായാമാധവം അടിപൊളി സർവീസ് ചെയ്യുന്നല്ലേ. ഇനി അതിന് ശേഷം നെക്സ്റ്റ് ചടങ്ങ് എന്ന് പറയുന്നത് മെയിൻ ചടങ്ങ് എന്ന് പറയുന്നത് പാല് കാച്ചലാണ്. മെയിനായിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ, പാല് കാച്ചിട്ടാണല്ലോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണിത്. ഈ കാണുന്നതാണ് മേമ കേട്ടോ. മേമ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ മേമയാണ്. പക്ഷേ ഞങ്ങൾക്കൊക്കെ മേമനെയാണ് അത്രയും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ കാണുന്ന ആൾ. ഇവിടെയും സപ്പോർട്ടിന് മേമന്നെയായിരുന്നു. ഇനി പാല് കാച്ചലും കാര്യങ്ങളുമാണ് ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത്.
കാച്ചിൽ കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ചായ കൊടുക്കലായിരുന്നു. എല്ലാവർക്കും വന്നവർക്കൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് അതിന് മുന്നേ നമ്മൾ ഗണപതി ഹോമത്തിൽ പ്രസാദമായിട്ടും ആ ഒരു തേങ്ങക്കറുള്ളത് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഡ്ഡലി, ചട്നി, സാമ്പാർ, ചായ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ വന്ന എല്ലാവർക്കും കൊടുത്തിരുന്നു. ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നു, പക്ഷേ വന്നവർക്കൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിരുന്നു. ഇനി ഉച്ചയ്ക്ക് ലഞ്ചും ഉണ്ട്. നമ്മളെ ഫാമിലി മാത്രമേ ഉള്ളൂ, ഒരുപാട് ആളുകളൊന്നും ഇല്ല. ഉള്ളതൊക്കെ നമ്മുടെ ഫാമിലി അത്രയും വേണ്ടപ്പെട്ടവർ മാത്രമാണ്. സോ ഗൈസ്, നമ്മള് ഡ്രസ്സൊക്കെ മാറ്റി ചായയൊക്കെ കുടിച്ചു, ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ കഴിച്ചു. ഇപ്പോ സെറ്റ് രാവിലെ വന്ന സെറ്റ് മുണ്ടൊക്കെ മാറ്റി ഞാൻ എൻ്റെ പുതിയൊരു മറ്റൊരു ചുരിദാർ ധരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അന്നല്ല കുടിക്കല് 9-ാം തീയതിയാണ്. അപ്പൊ ഇതിന് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് ചെറിയ ചെറിയ പരിപാടികളുണ്ട്, അതൊക്കെ എനിക്കിപ്പോ ചെയ്ത് തീർക്കണം. സോ ഞാൻ വേറെ ആളെ കാണിച്ചു കേട്ടോ. നിങ്ങളങ്ങനെ വ്ളോഗിലൊന്നും കാണാത്ത ഒരാളാണ്. ദിസ് ഈസ് മൈ ഒരേ ഒരു വൺ ആൻഡ് ഓൺലി സിസ്റ്റർ. ഇതാണ് എൻ്റെ ചേച്ചി, സ്വന്തം ചേച്ചി. ആ നിൽക്കുന്നതാണ് ചേച്ചീൻ്റെ ഭർത്താവ്. പക്ഷെ ആളെ കാണാനില്ല. അത് രണ്ടുപേരും വർക്ക് ചെയ്യണം, എൻജിനീയേഴ്സാണ്. അപ്പം ലീവില്ല, വർക്ക് ഫ്രം ഹോം ആണ്. സോ അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്കിനി കാണാം. അപ്പോഴേക്കും ഞാനൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അതൊക്കെ പോയി വന്നപ്പോഴേക്കും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡൈനിങ് ടേബിൾ ഇപ്പോൾ കിച്ചണിൽ വേറെ ഡൈനിങ് ടേബിൾ ഉണ്ട്, അത് അമ്മമ്മയുടെ വകയും. മറ്റേ ഹാളിൽ ഈ കാണുന്ന ഡൈനിങ് ടേബിൾ അമ്മമ്മയുടെ വകയും, മറ്റേ കാണുന്ന ഡൈനിങ് ടേബിൾ അമ്മയുടെ വകയും. അത് ഈ പോണ അമ്മമ്മയുടെ വകയാണ് കേട്ടോ. പിന്നെ ബെഡുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പോയി വന്നപ്പോഴേക്കും ഇവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരുടെ വീണ്ടും നമ്മളെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് അധികം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് പിന്നെ കുറേ കാലത്തിന് ശേഷം കാണുന്ന സംസാരവും ചർച്ചയും കാര്യങ്ങളൊക്കെ ഇത്. പിന്നെ ഒരു കുട്ടീനെയും തോന്നുന്നു പല ആൾക്കാരും 28-ന് കണ്ടതാണ്. പിന്നെ ഇപ്പം എന്നാണ് കാണുന്നത്. അപ്പം അതിൻ്റെ ഇതും കാര്യങ്ങളൊക്കെയാണ്. അതിനിടയ്ക്ക് റൂമിലേക്കുള്ള ബെഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. 4 റൂമിലേക്കുള്ള ബെഡും വന്നു. പിന്നെ ഒരു റൂമിലേക്ക് കട്ടിലുണ്ടായിരുന്നില്ല, ഒരു റൂമിലെ കട്ടിലുണ്ടായിരുന്നുള്ളൂ, മറ്റേ റൂമിൽ കട്ടിലുണ്ടായിരുന്നില്ല, അത് കൊണ്ടുവന്നു. പിന്നെ മുകളിലത്തെ റൂമിലൊക്കെ ഫ്ലോട്ടിംഗ് ബെഡ് ആയതുകൊണ്ട് തന്നെ അവിടെ കട്ടിൽ ഓൾറെഡി നമ്മൾ അപ്പം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പിന്നെ കുട്ടീനെ കണ്ടിട്ട് എടുക്കുന്നതൊക്കെ 28-ന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ അതും കാര്യങ്ങളും സംസാരിക്കലൊക്കെ ആയിരുന്നു. ഞങ്ങളിവിടെ ഫുഡിന് റെഡി ആവൽ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ അടുത്ത ബെഡ് കൊണ്ടുവരുന്നത് കേട്ടോ. അതൊക്കെ കൊണ്ടുവരാനും സഹായിക്കാനൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. വന്നിട്ടുണ്ടോ? പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിഞ്ഞ് വന്നിട്ടില്ലല്ലോ. ആദ്യമായിട്ട് വരല്ലേ? സൂപ്പറാണ്. ചെലവാക്കിയോ? അതിലെ റിസൾട്ട് ഉണ്ട് എന്തായാലും അല്ലേ? മാഗി എന്താ പറയാ? മാഗി എന്താ പറയാ? അവന്റെ ഫ്രണ്ട്സ് ഇരിക്കുമ്പോ എന്റെ അമ്പലത്തിലുള്ള എന്റെ ഒപ്പമുള്ള ആൾക്കാരാണ്, അവരൊക്കെ വന്നതിന് വളരെ സന്തോഷമുണ്ട്. അങ്ങനെയൊന്നും വേണ്ട, അതാണ് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം. എല്ലാവരും സന്തോഷം. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കൽ പരിപാടിയാണ്. ഫുഡ് കഴിക്കൽ ചടങ്ങാണ്. അപ്പോൾ ഏകദേശം 12:30 ആകുമ്പോഴേക്ക്, ഏകദേശം എന്ന് പറയാൻ പറ്റില്ല, കറക്റ്റ് ഷാർപ്പ് ടൈം 12:30 ആകുമ്പോഴേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഫുഡ് ഏൽപ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 ദേശത്തിൻ്റെ സദ്യയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും, പെരുന്തമണ്ണക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. 4 ദേശം നല്ല അടിപൊളി ഫുഡാണ് അവരുടെ. പായസമൊക്കെ നല്ല രസമാണ്. പായസമൊക്കെ ഞങ്ങളുടെ കല്യാണത്തിലൊക്കെ അവർ തന്നെയായിരുന്നു ഫുഡ്.
അതിന് മുന്നേ നമുക്ക് അവർ ഫുഡൊക്കെ കറക്റ്റ് ടൈം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇലയൊക്കെ അവർ തന്നെ ഇലയും കൊണ്ടുവന്ന് തരും കേട്ടോ. നമ്മൾ ഇലയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഫുഡ് കൊടുക്കാനുള്ള ഇതിൽ റെഡിയാക്കി വെക്കുക. അല്ലാതെ പാത്രങ്ങളിലേക്ക് മാറ്റി ഇനി ആൾക്കാർ വന്നിരുന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിളമ്പാനുള്ള ഭാഗത്തിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായുള്ള സദ്യയായിരുന്നു. ഒരു കുറവും പറയാനില്ല. അത്യാവശ്യം എല്ലാ കറികളും ഉള്ള, എല്ലാ വട്ടങ്ങളും ഉള്ള, വേണ്ട എല്ലാ ഫുഡുകളും ഉള്ള നല്ല അടിപൊളി സദ്യയായിരുന്നു. ഞങ്ങൾ സദ്യയൊക്കെ നല്ലോണം കഴിച്ചു. നല്ല രസമുള്ള പായസം ഇപ്പോഴൊന്നും ആവുന്ന കൊതി പോണില്ല. അതിനൊക്കെ പായസം കഴിച്ചിട്ട് കുറേ നേരം പിന്നെ ഞങ്ങൾ റെസ്റ്റ് എടുക്കലായിരുന്നു. പിന്നെ എല്ലാവരും പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ അത് ചായ കുടിക്കൽ പരിപാടിയിലേക്ക് കടന്നു. ചായ കുടിച്ചപ്പോഴേക്കും വൈകുന്നേരമായിട്ട് അപ്പോഴേക്കും ചായ കുടിച്ചപ്പോഴേക്കും ഇവരിവിടെ ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റാക്കുന്നുണ്ട് ഒരു ഇതിൽ. അപ്പോൾ അതിനുള്ള ഇതൊക്കെ ഉണ്ടോ ഈ രീതി ഇതൊക്കെ അവിടെ കറക്റ്റ് പ്രോപ്പറായിട്ട് വെക്കണ ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയിലായിരുന്നു ചെക്കന്മാരൊക്കെ പാടും. അപ്പോൾ ഓരോതൊക്കെ കൊണ്ട് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോഴത്തെ ചായ കുടിക്കുന്നു. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വന്നവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേറെ ഭഗവത് സേവ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പോഴും ഇനി മേല് കഴുകി റെഡി ആയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ചായയൊക്കെ കുടിച്ചു, നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. വീണ്ടും മേല് കഴുകി വേറൊരു കോസ്റ്റ്യൂം ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്തോ ഭഗവത് സേവ എന്ന് പറഞ്ഞ എന്തോ പരിപാടി ഉണ്ട്. അതെന്താന്ന് എനിക്കും അറിയില്ല. ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മേലെ കഴുകി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എന്താന്നൊക്കെ നോക്കാം. ചായ കുടിച്ചിട്ട് മറ്റു പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്കിനി എന്താ പരിപാടി എന്ന് നോക്കാം. അപ്പോഴേക്കും നമ്പൂതിരി വന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിളക്കും കാലമൊക്കെ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ എന്തോ ശർക്കര പായസമൊക്കെ ആൾ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആൾ വന്നിട്ട് കറക്റ്റ് ടൈം ആകുമ്പോഴേക്കും ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുകയാണോ? ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്ന ആളുകളാണ്, ഒരു കൂട്ടമാണ്. എന്ത് ചെയ്യുന്നു? കണ്ടിട്ടെന്ന് തോന്നുന്നത് തലണ്ണയിൽ കവർ ഇടാതെ തോന്നുന്നു. താങ്കൾ എന്ത് ചെയ്യുന്നു? സോ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പോലെ എന്താ തിരിച്ചൊന്നും പറയാ, ഞാൻ ചോദിച്ചത് പറയാത്തതെന്ന്. കാരണം അവരൊക്കെ ഇതിന്റെ വ്ളോഗ് വിരോധികളാണ്. അതുകൊണ്ടാണ്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇതാ ഇതിന്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ. അതാ ഈ കാണുന്നത് എല്ലാ വ്ളോഗിലും നിന്ന് തരും. സപ്പോർട്ടറാണ്, മെയിൻ സപ്പോർട്ടറാണ്. സപ്പോർട്ട അതാ സപ്പോർട്ട വീണേന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫ്രെയിം ഇവിടെ ഒരു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഉള്ള ലൈറ്റ് നമുക്ക് അറിയില്ല കേട്ടോ. നേരത്തെ ചാവിക്കുമ്പോഴാണ് അവർ ഇവിടെ ഈ ഫ്രെയിം റെഡിയാക്കി വെച്ചേന്നെ. അതിൻ്റെ ലൈറ്റ് ഏതാണാവല്ലേ? ആ സ്വിച്ച് ഇവിടെ ലൈറ്റ് ഉണ്ട്. സംഭവം നല്ല അടിപൊളിയാക്കിയിട്ട് ഒരു ഫാമിലി ഫ്രെയിമായിട്ട് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അടുത്ത ലൈറ്റ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഡ്രസ് മാറ്റിയോ? അതാ അച്ഛനൊന്നും ഇല്ല ഇവിടെ. എന്റെ അച്ഛനാ. മാമനെയാണ് അച്ഛാ വിളിക്കണേ. മാമയ്ക്ക് ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളേ? എല്ലാ കൂട്ടുകാരെയും എന്റെ എല്ലാ ബന്ധുമിത്രാദികളെയും ഞാൻ കണ്ടു. സന്തോഷമായി. ഇനി ഞാൻ അടുത്ത ഫംഗ്ഷൻ വെച്ച് 9-ാം തീയതിയാണ്. അതിൽ ഇനി ബാക്കി വരാനുള്ള എല്ലാവരും വരും. എന്റെ പ്രതീക്ഷയാണ് എന്റെ മുന്നിൽ. വ്ളോഗ് ആണ് എല്ലാവരും വരിക. റൂമിൽ നമ്മൾ ആദ്യമായിട്ട് ഇനി വിളക്ക് കൊളുത്താൻ പോവാണ്. അമ്മായി വിളക്ക് കൊളുത്തട്ടെ കേട്ടോ. കൃഷ്ണ ഉണ്ടല്ലോ.
അപ്പം നമ്മുടെ തിരുമേനി ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താ കുറേ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഇതാണ് എന്താ ഭഗവത് സേവ എന്ന് പറയുന്നത്. അപ്പോൾ ആൾ പരിപാടികളും കാര്യങ്ങളൊക്കെ ചടങ്ങുകളൊക്കെ കറക്റ്റ് ടൈം ആകുമ്പോഴേക്കും തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് നേരത്തെ തിരുമേനി ഉണ്ടാക്കിയ പായസം കേട്ടോ, ശർക്കര പായസം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൾ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയത് നല്ല അടിപൊളി പായസമായിരുന്നു. ഞാൻ കുറേ ഒന്നും കഴിച്ചില്ല, പക്ഷെ കുറേ നമുക്ക് കഴിക്കാൻ കഴിയുകയും ചെയ്യില്ല, അത്ര മധുരം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള ഇരുത്താണത് എല്ലാവരും. കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്കത് എന്താണെന്നാലും ഒരു രസമല്ല എല്ലാവരും കൂടി ഇരുന്ന് പൊട്ടിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ നോക്കി അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ ഡേയിൽ കഴിഞ്ഞു, നമ്മൾ കിടക്കാൻ പോയി. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. സോ ബൈ ബൈ.